ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹായിയായ അസ്ലമിനോടൊപ്പം രാത്രിയിൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ ഇറങ്ങിത്തിരിച്ചു. എല്ലാവരും ഉറങ്ങുന്ന ആ നിശബ്ദതയിൽ ദൂരെയൊരു കുടിലിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ കുടിലിനടുത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്ത്രീ അടുപ്പിൽ പാത്രം വെച്ച് എന്തോ വേവിക്കുന്നുണ്ട്. കുട്ടികൾ വിശന്ന് കരഞ്ഞുകൊണ്ട് ആ പാത്രത്തിന് ചുറ്റും ഇരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, ഉമ്മ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ കരയുന്നത്? ആ സ്ത്രീ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, അവർ വിശപ്പ് സഹിക്ക വയ്യാതെ കരയുകയാണ് മോനെ. പിന്നെ എന്താണ് ആ അടുപ്പിൽ വേവുന്നത്? അതവർക്ക് കൊടുത്തുകൂടെ? ഖലീഫ വീണ്ടും ചോദിച്ചു. സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, അതിലൊന്നുമില്ല മോനെ, വെറും വെള്ളവും കുറച്ച് കല്ലുകളും മാത്രമാണുള്ളത്. ഭക്ഷണം റെഡിയാകുന്നുണ്ടെന്ന് കരുതി, അവർ ഉറങ്ങിക്കൊള്ളും എന്ന് കരുതി ഞാനവരെ പറ്റിക്കുകയാണ്. കൂടാതെ അവർ പറഞ്ഞു, ഈ ഖലീഫ ഉമർ ഞങ്ങളുടെ അവസ്ഥ അറിയുന്നില്ലല്ലോ. അല്ലാഹു ഇതിന് അദ്ദേഹത്തോട് ചോദിക്കട്ടെ. തൊട്ടുമുന്നിൽ നിൽക്കുന്നത് ഖലീഫയാണെന്ന് ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല. അവരുടെ വാക്കുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു നടുങ്ങിപ്പോയി. അദ്ദേഹം വേഗം മദീനയിലെ പൊതുഭണ്ഡാരത്തിലേക്ക് ബൈത്തുൽ മാൽ ഓടിച്ചെന്നു. ഒരു വലിയ ചാക്ക് ഗോതമ്പും ഈത്തപ്പഴവും നെയ്യുമെടുത്തു. അദ്ദേഹം ആ ചാക്ക് സ്വന്തം ചുമലിലേറ്റാൻ ശ്രമിച്ചു. അപ്പോൾ സഹായിയായ അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാനിത് ചുമക്കാം. ഉമർ അദ്ദേഹലാൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അസ്ലം, പരലോകത്ത് എന്റെ പാപഭാരം നീ ചുമക്കുമോ? എന്റെ ഭരണതടണത്തിന് കീഴിൽ വിശന്നിരിക്കുന്ന ഈ കുട്ടികളുടെ കാര്യത്തിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടത് ഞാനല്ലേ? ആ വലിയ ചാക്ക് സ്വന്തം ചുമലിൽ ചുമന്ന് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ആ കുടിലിലെത്തി. അദ്ദേഹം തന്നെ സ്വന്തം കൈപ്പടം കൊണ്ട് മാവ് കുഴച്ചു, അടുപ്പിലൂതി തീയുണ്ടാക്കി അവർക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകി. ആ കുട്ടികൾ വയറുനിറയെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നത് കണ്ട ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. പോകുന്നതിനു മുൻപ് ആ സ്ത്രീയോട് നാളെ ഖലീഫയെ ചെന്ന് കാണാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പിറ്റേന്ന് ഖലീഫയുടെ സന്നിധിയിലെത്തിയ ആ ഉമ്മ തലേദിവസം തനിക്ക് ഭക്ഷണം വെച്ചു തന്ന ആൾ തന്നെയാണ് ഖലീഫയെന്ന് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഭയന്ന ആ ഉമ്മയോട് അദ്ദേഹം മാപ്പ് ചോദിക്കുകയും അവർക്ക് വേണ്ട ആജീവനാന്ത സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അധികാരമെന്നത് ആസ്വദിക്കാനുള്ളതല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെയും വിശക്കുന്നവന്റെയും കണ്ണുനീരൊപ്പാനുള്ള ഉത്തരവാദിത്തമാണെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.